പ്രിയമുള്ള സുഹൃത്തുക്കളെ, ലോ ഹൗസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഓപ്പറേഷൻ പി ഹണ്ടിനെ കുറിച്ചാണ്. ഇന്ന് കേരള പോലീസ് അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് നമുക്ക് ആദ്യം നോക്കാം. ഓപ്പറേഷൻ പി ഹണ്ടിൽ കുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ ഇൻ്റർനെറ്റിൽ തിരയുകയും അത് ശേഖരിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ കണ്ടെത്താൻ വ്യാപകമായ പരിശോധന തുടരുന്നു. നിലവിൽ 455 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി 6 പേരെ അറസ്റ്റ് ചെയ്തു, 37 കേസുകൾ രജിസ്റ്റർ ചെയ്തു, 173 ഉപകരണങ്ങൾ പിടിച്ചെടുത്തു. എന്താണ് ഓപ്പറേഷൻ പി ഹണ്ട്? ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ വീട്ടിലേക്കും പോലീസ് തിരഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അഭിമാനം നഷ്ടപ്പെടും. പത്രങ്ങളിലും ഇതുപോലെ സോഷ്യൽ മീഡിയകളിലും നിങ്ങളുടെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഓപ്പറേഷൻ പി ഹണ്ട് എന്ന് പറയുന്നത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ വേണ്ടിയിട്ട് കേരള പോലീസ് രൂപീകരിച്ച പ്രത്യേകമായ ഒരു ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ പി ഹണ്ട്. ഇത് പോക്സോ പ്രകാരം, IT ആക്ട് പ്രകാരം, അതോടൊപ്പം തന്നെ BNS പുതിയ നിയമപ്രകാരവും ശിക്ഷാർഹമായ കുറ്റമാണ്. 3 വർഷം മുതൽ 9 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് ഇത്തരം ആളുകൾക്കെതിരെ കേരള പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഓപ്പറേഷൻ പി ഹണ്ടിന്റെ ഭാഗമായി ഒരാൾ ഈ കേസിൽ പ്രതിയാകുന്നത് എന്നാണ് പരിശോധിക്കുന്നത്. അതായത് ഇന്റർനെറ്റിലൂടെ നിങ്ങൾ കുട്ടികളുമായി ബന്ധപ്പെട്ട ലൈംഗിക ചിത്രങ്ങൾ തിരയുകയോ ലൈംഗിക വീഡിയോകൾ കാണുകയോ അത് ശേഖരിക്കുകയോ അത് മറ്റുള്ള ആളുകളിലേക്ക് ടെലഗ്രാമിലൂടെയോ അതല്ലെങ്കിൽ വാട്സപ്പിലൂടെയൊക്കെ നിങ്ങൾ അത് പങ്കുവെച്ചു കൊടുക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വീഡിയോകൾ കാണുന്ന, ഇത്തരം വീഡിയോകൾ ഷെയർ ചെയ്യുന്ന ഇത്തരം വൈകൃതങ്ങളുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഓരോ നിമിഷത്തെ മൊബൈൽ ഫോണിലെ പ്രവർത്തനങ്ങളും ഉപയോഗങ്ങളും കേരള പോലീസ് നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഇത് ആരുടെയും പരാതിയുടെ അടിസ്ഥാനത്തിലല്ല കേരള പോലീസ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, മറിച്ച് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ തിരയുന്ന ഇത്തരം സന്ദേശങ്ങളുടെ കൃത്യമായ വിവരം കേരള പോലീസിന് നിങ്ങളുടെ IP അഡ്രസ് വെച്ചുകൊണ്ട് തന്നെ പോലീസിന് ലഭിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ബ്രൗസിംഗ് ഹിസ്റ്ററി കൃത്യമായി പരിശോധിച്ച് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഏത് സമയത്ത് ഏത് ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞത് എന്നതിനെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നിങ്ങളുടെ വീട്ടിലേക്ക് പോലീസ് വരുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ധൈര്യം ഉണ്ടാകാം, ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ ഞാൻ ഫോർവേഡ് ചെയ്ത മെസ്സേജുകൾ, അതല്ലെങ്കിൽ ആളുകൾക്ക് ഷെയർ ചെയ്ത മെസ്സേജുകൾ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു കാരണവശാലും ഇത് കണ്ടെത്താൻ സാധിക്കില്ല എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ തെറ്റി. അങ്ങനെയല്ല, നിങ്ങളുടെ മൊബൈൽ ഫോൺ വിദഗ്ധമായ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഫോറൻസിക്കിലേക്കാണ് അയക്കുന്നത്. അവിടെ നിന്ന് സയന്റിഫിക് ആയ പരിശോധനയിലൂടെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അത്തരം ഡാറ്റകൾ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയാൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതി ചേർക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. പിന്നീട് ജാമ്യമില്ലാ വകുപ്പുകളിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കുറച്ച് കാലം ജയിലിൽ കഴിയേണ്ടി വരും. തുടർന്ന് നിങ്ങൾ കേസ് നടത്തി അവസാനം അന്തിമ വിധി നിങ്ങൾ അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കേരള പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ പി ഹണ്ടിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പങ്കുവെച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ആരും കാണാതെ ഞാൻ മാത്രം അറിയുമെന്ന് കരുതുന്ന വേളകളിൽ നിങ്ങൾ ചെയ്യുന്ന ഇത്തരം ലൈംഗിക വൈകൃതങ്ങൾ നിങ്ങളുടെ ഭാവി തന്നെ തകർക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പ്രത്യേകിച്ച് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ വേണ്ടിയിട്ട് പോക്സോ പോലെയുള്ള ശക്തമായ നിയമമുള്ള നമ്മുടെ രാജ്യത്ത് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അത് ആത്മഹത്യാപരമാണ്. അത് നിങ്ങളോട് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളുടെ മക്കളോടൊക്കെ ചെയ്യുന്ന ഒരു വലിയ തെറ്റ് തന്നെയാണ്. ഇനി ആരെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള വീഡിയോകൾ അതല്ലെങ്കിൽ കുട്ടികളുടെ ചിത്രങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് എങ്കിൽ അത്തരം കോൺടാക്ട്സുകൾ ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുള്ള കാര്യം അവരെ ധരിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ നിങ്ങൾ അംഗമാണ് എങ്കിൽ ഇന്ന് തന്നെ ലെഫ്റ്റ് അടിക്കുക. അതിൻ്റെ അഡ്മിനാണ് എങ്കിൽ പിന്നീട് പറയേണ്ട കാര്യമില്ല, നിങ്ങൾ തന്നെയായിരിക്കും അതിലെ പ്രധാനപ്പെട്ട പ്രതി. ഇത്തരം ഗ്രൂപ്പുകളൊന്നും റൺ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ കേരള പോലീസിന്റെ പ്രത്യേകമായ നിരീക്ഷണത്തിലാണ്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സംഘടനകളൊക്കെ ഇതിന്റെ പിന്നിൽ ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു നിയമലോകത്തെ വിശേഷവുമായി വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിനും എല്ലാവർക്കും നന്ദി.